തുടക്കക്കാർക്ക് പോലും സിമ്പിൾ ആയിട്ട് ഈ നൈറ്റ് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ പെർഫെക്ഷനിൽ ഇതുപോലെ ആക്കിയാൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ചെറുതായിട്ട് കട്ട് ചെയ്ത 200 ഗ്രാം ബോൺലെസ് ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഉപ്പ് ഇത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതൊന്നങ്ങ് പൊരിച്ചെടുക്കാം. 2 വശവും ഒരിഞ്ഞു വന്നാൽ എണ്ണയിൽ നിന്ന് കോരിമാറ്റാം. ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത ഒരു ഉരുളിയിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും, ഒരു അരക്കപ്പ് സവാള ചെറുതായി അരിഞ്ഞതും, ഓരോ കപ്പ് വീതം ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് ചെറുതായി അരിഞ്ഞതും ഇട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്നങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഒരു കപ്പ് ക്യാപ്സിക്കം ചേർത്ത് വീണ്ടും ഒരു മിനിറ്റ് ഒന്നങ്ങ് വഴറ്റാം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യണേ. ഇടയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും മിക്സ് ആക്കിയിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരുന്ന ഒരു കപ്പ് ഗ്രീൻ പീസും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഉപ്പും കുരുമുളക് പൊടി ഇട്ട് ചിക്കി പൊരിച്ചെടുത്ത ഒരു 4 മുട്ടയും നമ്മൾ പൊരിച്ചു വെച്ചാർന്ന ചിക്കനും പിന്നെ ഉപ്പിട്ട് 90% വേവിച്ച് വെച്ചിരുന്ന ബസുമതി റൈസും ഇട്ടിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് വീതം കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാലയും ഇത്രയിട്ട് റൈസ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ സ്ട്രീറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസിന് ചെറിയൊരു റെഡ് കളർ ആയിരിക്കും ഉണ്ടാവുക, ശ്രദ്ധിച്ചാൽ അറിയാട്ടോ. എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് കുറച്ച് സ്പ്രിംഗ് ഒണിയനും ഇട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ശരിക്കും 90% ആ ഒരു നൈറ്റ് തട്ടുകട സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കട്ടെ.